ഹായ്, നമസ്കാരം. നമ്മുടെ +1 മലയാളത്തിലെ അനർഘ നിമിഷം എന്ന പാഠഭാഗം, +1 മലയാളത്തിലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനർഘ നിമിഷം എന്ന പാഠഭാഗം നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. പല ആളുകൾക്ക് ഇതെന്താ പറഞ്ഞിരിക്കുന്നത്, ബഷീർ ഇത് എന്തെത്താ എഴുതിയിരിക്കുന്നത്. നമ്മൾ ആ കൺഫ്യൂഷൻസ് മുഴുവൻ ഒഴിവാക്കി ആവശ്യമില്ലാത്തതൊക്കെ വെട്ടിമാറ്റി അതിൻ്റെ സംഗ്രഹം എടുത്ത് അതിൻ്റെ ചോദ്യോത്തരങ്ങൾ സെറ്റാക്കുന്ന ഈ വീഡിയോയിലേക്ക് എൻ്റെ മക്കൾക്ക് സ്വാഗതം. ഞാൻ ഇറ്റുപോട്ടിനോടൊപ്പം ജയ്സൽ. അനർഘ നിമിഷം, ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ആ സമയത്തെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ അനർഘ നിമിഷമായിട്ട് നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. ഇതാദ്യം മനസ്സിനകത്ത് കാണുക. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള നിമിഷം, നമ്മുടെ ജീവിത കാലഘട്ടം. വൈക്കം മുഹമ്മദ് ബഷീർ ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കം തലയോലപ്പറമ്പിലാണ് ജനിച്ചത്. മരണം 1994 ജൂലൈ 5. ബാല്യകാല സഖി, പാത്തുമ്മായുടെ ആട്, പ്രേമലേഖനം, ഇൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടാർന്ന്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, ആനവാരിയും പൊൻകുരിശും, ശബ്ദങ്ങൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻസ്, വിശ്വവിഖ്യാതമായ മൂക്ക്, നീല വെളിച്ചം, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ, ജന്മദിനം, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, അനർഘ നിമിഷം, വിഡ്ഢികളുടെ സ്വർഗം, മാന്ത്രിക പൂച്ച, താര സ്പെഷ്യൽസ്, ആനപ്പൂട മുതലായവയാണ് പ്രധാന കൃതികൾ. പത്മശ്രീ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പുകൾ തുടങ്ങി നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് ആർക്ക്, വൈക്കം മുഹമ്മദ് ബഷീറിന്. ഇനി പാഠസംഗ്രഹത്തിലേക്ക് വരാം. ശ്രദ്ധിക്കുക, ജീവിതത്തെ അതിൻ്റെ തനിമയോടെ ആവിഷ്കരിച്ച മലയാളിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. തിക്തമായ വേദനിപ്പിക്കുന്ന ജീവിത അനുഭവങ്ങൾ പോലും നർമ്മമധുരമായി അദ്ദേഹം അവതരിപ്പിച്ചു. തനിക്ക് വ്യാകരണം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരുടെ ഭാഷയിൽ എഴുതി. ഹ്യൂമനിസവും ഹ്യൂമറിസവും ഒത്തുചേർന്ന അപൂർവതയാണ് ബഷീറിൻ്റെ കൃതികൾ. സെറ്റ്. ബഷീറിൻ്റെ പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ജനനത്തെയും മരണത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള ദർശനങ്ങൾ അവതരിപ്പിക്കുന്ന രചനയാണ് അനർഘ നിമിഷം. ബഷീറിൻ്റെ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന രചനയാണ് അനർഘ നിമിഷം എന്ന പാഠഭാഗം. സെറ്റാണല്ലോ. പ്രമേയത്തിന് അനുയോജ്യമായ ഭാഷയും കവിതയോട് അടുത്തു നിൽക്കുന്ന ആഖ്യാന രീതിയും പറയുന്നത് ഒരുപക്ഷെ കവിതയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ കവിതയോട് അടുത്ത് നിൽക്കുന്ന ആഖ്യാന രീതിയും ഈ രചനയെ സവിശേഷമാക്കുന്നു. കഥാനായകന്റെ ആത്മഭാഷണമാണ് ഈ കഥ. ബഷീറിനോട് തന്നെ പറയുന്നതാണ് ഈ സംസാരം, ഈ എഴുത്ത്. മരണത്തെ മുഖാമുഖം കാണുന്ന ഒരാളുടെ അവസാനത്തെ പിടച്ചിൽ, മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ഇവിടം വിട്ടു പോകണമെന്ന യാഥാർത്ഥ്യം, വേദനയോടെ അംഗീകരിക്കുന്ന മനസ്സ്, ഇവയൊക്കെ ഈ കഥയിൽ നമുക്ക് അനുഭവിച്ചറിയാം. നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. നീ മാത്രം. ആരാണ് ഈ നീ? പെയ്യുവാൻ പോകുന്ന കാർമേഘം പോലെ ഈ ഓർമ്മ അന്തരംഗം പൊട്ടുമാർ വിങ്ങി നിൽക്കുന്നു. അതായത് ഞാൻ മരിക്കാൻ പോകുന്നു, പ്രകൃതി ബാക്കിയാകാൻ പോകുന്നു, പ്രകൃതിയാകാം, ഈശ്വരനാകാം. ഈ വാസ്തവം അറിയാതെ സുഹൃത്തുക്കൾ തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാൻ നിർബന്ധിക്കുന്നു. തൻ്റെ ചിരിക്കകത്തെ ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല. ജനനത്തിനും മരണത്തിനും ഇടയിലെ അനർഘ നിമിഷമാണ് ജീവിതം. അടുത്ത നിമിഷം ഇല്ലായ്മയിൽ ലയിക്കാൻ പോകുന്നു, ഞാൻ മരിക്കാൻ പോകുന്നു. കാലം ഇത്രയും നീ എന്നെ അപാരമായ കാരുണ്യത്തോടെ സ്നേഹിച്ചു. പ്രകൃതിയോടാകാം, ഈശ്വരനോടാകാം. സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് ഞാൻ എന്ന് പറയുന്നത്. അതിന് തുടക്കമുണ്ട്, ഒടുക്കമുണ്ട്, ആർക്കും മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ നീ എനിക്ക് ഇപ്പോഴും ഒരു മഹാരഹസ്യമാണ്. വന്നതുപോലെ തന്നെ ഞാൻ പോവുകയാണ്. നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുകയാണ്. നീ മാത്രം. നായകൻ അഭിസംബോധന ചെയ്യുന്ന നീ ഒന്നെങ്കിൽ പ്രപഞ്ചമാകാം, അല്ലെങ്കിൽ പ്രകൃതിയാകാം, ചിലപ്പോൾ ഈശ്വര സങ്കല്പമാവാം. പ്രപഞ്ചം ഒരു കൂടാണെന്നും മനുഷ്യൻ ആ കൂട്ടിലെ താൽക്കാലിക താമസക്കാരനാണ് എന്നും മരണം എന്നത് കൂട് വെടിയലാണ് എന്നും സങ്കല്പമുണ്ട്. ജീവിതം എന്നത് ജനനത്തിനും മരണത്തിനും ഇടയിലെ അനർഘ നിമിഷമാണ്. ജീവിതം എന്നത് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള അനർഘ, നല്ല വില പിടിച്ച സന്ദർഭങ്ങളാണ്.
അനന്തമായ ശൂന്യതയാകുന്നു. ഒരാളുടെ മരണത്തോടെ ഈ ലോകം ഇല്ലാതാകുന്നില്ല, പക്ഷെ അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലോകം ഇല്ലാതാവുകയാണ്. മരണഭയം നൽകുന്ന കടുത്ത വിഷാദത്തിലും ശൂന്യതാബോധത്തിലും ഉഴലുമ്പോഴും ജീവിതം എന്ന അനർഘ നിമിഷത്തെ കഥാനായകൻ വിലമതിക്കുന്നു. കവിതയോട് അടുത്തു നിൽക്കുന്ന വാക്യഘടന, വൈകാരികത മുറ്റി നിൽക്കുന്ന പദപ്രയോഗങ്ങൾ എന്നിവ ഈ കഥയെ കവിതയ്ക്ക് സമമാക്കി മാറ്റുന്നു, കാവ്യാത്മകമാക്കി മാറ്റുന്നു. സെറ്റ്. നോക്കുക, ചോദ്യോത്തരത്തിലേക്ക് വരാം. ചില നിമിഷത്തിലേകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ ഇരുളിൽ അപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം. നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സന്ദർശനം എന്ന കവിത. കാലം ഇത്രയും നീ എന്നെ അപാരമായ കാരുണ്യത്തോടെ സ്നേഹിച്ചു, സഹിച്ചു. എന്നെപ്പറ്റി നിനക്കെല്ലാം അറിയാം. ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ലഘുഗ്രന്ഥമാണല്ലോ ഞാൻ. അനർഘ നിമിഷം ബഷീർ. സന്ദർശനം, അനർഘ നിമിഷം. വൈകാരിക തലത്തിൽ ചില സമാനതകൾ പുലർത്തുന്നു. ചർച്ച ചെയ്യുക. ഉത്തരത്തിലേക്ക് വരാം. ചില സന്ദർഭങ്ങളിൽ കാമുകന്റെ പ്രാണൻ ഭൂതകാലത്തിലേക്ക് ആർത്തനായി അലയുകയാണ്. ഏത്? സന്ദർശനം എന്ന കവിത. അപ്പോൾ പ്രണയിനിയുടെ മുഖം ജന്മാന്തര സാന്ത്വനമായി അനുഭവപ്പെടുന്നതായി സന്ദർശനത്തിലെ നായകൻ പറയുന്നു. സന്ദർശനം എന്നുള്ള കവിത. ഇനി അപാരമായ കാരുണ്യത്തോടെ കാലം ഇത്രയും തന്നെ സ്നേഹിക്കാനും സഹിക്കാനും നിനക്ക് കഴിഞ്ഞെന്നും തന്നെപ്പറ്റി നിനക്കെല്ലാം അറിയാമെന്നും സൗകര്യം പോലെ വായിക്കാവുന്ന ലഘു ഗ്രന്ഥമാണ് താനെന്നും അനർഘ നിമിഷത്തിലെ നായകൻ എന്ത് ചെയ്യുന്നു? പറയുന്നു. സന്ദർശനത്തിൽ തന്നെ സ്നേഹിച്ചിരുന്ന കാമുകിയുടെ ഓർമ്മകൾ നായകൻ ഇപ്പോഴും സമാധാനമായി നിലകൊള്ളുന്നു. അനർഘ നിമിഷത്തിലെ നായകൻ സംബോധന ചെയ്യുന്ന നീ, അത് ഈശ്വരനാകാം, അപാരമായ കാരുണ്യത്തോടെ തന്നെ സ്നേഹിക്കുകയും സഹിക്കുകയും ചെയ്യുന്നു. വേർപിരിയലിന്റെ വേദനയും മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന തീവ്ര വിഷാദവും സന്ദർശനത്തിലും ഉണ്ട്, അനർഘ നിമിഷത്തിലുണ്ട്. രണ്ടിലും നായകർ നടത്തുന്ന സ്വഗതാഖ്യാന രൂപത്തിലുള്ള ആവിഷ്കാരമാണ് കാണുന്നത്. സെറ്റാണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ്. നീ മാത്രം. യാത്രക്കുള്ള സമയം വളരെ വളരെ അടുത്തു കഴിഞ്ഞു. പെയ്യുവാൻ പോകുന്ന കാർമേഘത്തെ പോലെ ഈ ഓർമ്മ എൻ്റെ അന്തരംഗം പൊട്ടുമാറി വിങ്ങി നിൽക്കുന്നു. വാക്കുകളുടെ നൃത്തഭംഗിയാണ് കവിത എങ്കിൽ ഈ പാഠഭാഗം കവിതയാകാൻ വെമ്പുന്ന ഗദ്യമാണ്. മുകളിൽ കൊടുത്ത പാഠഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അഭിപ്രായത്തിന്റെ സാധുത പരിശോധിക്കുക. വാക്കുകൾ കൊണ്ട് നൃത്തം ചെയ്യിക്കലാണ് കവിത. നൃത്തം മുഖ്യമായി ശബ്ദത്തിൻ്റെതല്ല, അർത്ഥത്തിൻ്റെതാണ് എന്ന് എം.എൻ. വിജയൻ അഭിപ്രായപ്പെടുന്നു. അർത്ഥത്തെ ധ്വനിപ്പിക്കുക, അനുഭൂതികളെ പ്രകാശിപ്പിക്കുക, വായനക്കാരനെ അനുഭവിക്കുക എന്നീ ധർമ്മങ്ങൾ കവിതക്കുണ്ട്. ഇതിനായി കവികൾ ധ്വനിസാന്ദ്രമായ ഒരുപാട് അർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പദങ്ങൾ തിരഞ്ഞെടുത്ത് മനോഹരമായി വിന്യസിക്കുന്നു. അലങ്കാര കൽപ്പനകൾ, പ്രസാദാത്മകമായ വാക്യങ്ങൾ, ഭാവസാന്ദ്രമായ ആഖ്യാനം എന്നിവയിലൂടെ കവിതയെ സൗന്ദര്യമുള്ളതാക്കി മാറ്റുന്നു. എന്നാൽ അനർഘ നിമിഷം എന്ന കവിത വായിച്ചു കഴിയുമ്പോൾ കവിതയുടെ മേൽപ്പറഞ്ഞ ഗുണങ്ങളൊക്കെ കഥയുടെ ആരംഭം മുതൽ അവസാനം വരെയും നമുക്ക് പ്രകടമായി അനുഭവിച്ചറിയാം. സെറ്റ്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിന്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല. ചിരിക്കകത്തുള്ള ദുഃഖം എന്ന ബഷീറിന്റെ പരികൽപ്പന മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ചില ദർശനങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പരിശോധിക്കുക. എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിന്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല. ചിരിക്കകത്തുള്ള ദുഃഖം എന്ന ബഷീറിന്റെ പരികൽപ്പന മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ചില ദർശനങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പരിശോധിക്കുക. നോക്കുക, ബഷീറിന്റെ അനർഘ നിമിഷം എന്ന കഥയിൽ കഥാനായകൻ മരണത്തെ മുഖാമുഖം കാണുകയാണ്. യാത്ര പറയാൻ സമയമായി എന്ന ചിന്ത മനസ്സിൽ ശക്തമായ വിഷാദം നിറയ്ക്കുന്നുണ്ട്. പെയ്യുവാൻ പോകുന്ന കാർമേഘത്തെ പോലെ ഈ ഓർമ്മകൾ അന്തരംഗം പൊട്ടുമാറി വിങ്ങി നിൽക്കുകയാണ്. എന്നാൽ ഈ വാസ്തവം അറിയാതെ സുഹൃത്തുക്കൾ പണ്ടേ പോലെ അടുത്തു വന്ന് തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കുവാൻ നിർബന്ധിക്കുന്നു. എന്നാൽ എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിന്റെ മുഴക്കം അവർ അറിയുന്നില്ല. പൊട്ടിച്ചിരിപ്പിക്കുന്ന ഫലിതം പറയുമ്പോഴും ഉള്ളിൽ പൊട്ടിക്കരയുന്ന കഥാകൃത്തിനെയാണ് ഈ വാക്കുകളിൽ കാണാൻ കഴിയുന്നത്. മൗനമായിട്ടുള്ള കരച്ചിലിന്റെ മന്ദഹാസം, മൗനരോദനത്തിന്റെ മന്ദഹാസം എന്ന് വൈക്കം മുഹമ്മദ് ബഷീറിനെ എന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. മനുഷ്യ ജീവിതം സുഖവും ദുഃഖവും ഇടകലർന്നതാണ്. നാം കാണുന്ന ചിരിക്കുന്ന മുഖങ്ങളെല്ലാം ദുഃഖങ്ങളില്ലാത്തവരല്ല. അകമേ കരയുമ്പോഴും പുറത്ത് ചിരി പ്രകടിപ്പിക്കുന്നവരുണ്ട്. ഒരു ചിരിയാൽ എല്ലാ സങ്കടങ്ങളും ഒളിപ്പിക്കുന്നവരുണ്ട്. നാം ആഹ്ലാദവാന്മാരായി കാണുന്നവരുടെ ഉള്ളിലും കടുത്ത ദുഃഖങ്ങൾ ഉണ്ടാവാം. മഴയിലൂടെ നടക്കുന്നതാണ് എനിക്കിഷ്ടം
എന്തെന്നാൽ ഞാൻ കരയുന്നത് ആരും കാണില്ലല്ലോ എന്ന് ലോകത്തെ ചിരിപ്പിച്ച ചാർലി ചാപ്ലിൻ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അഭിനയിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ചിരിയും കരച്ചിലും മാത്രമല്ല, സ്നേഹമായാലും കോപമായാലും അടക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടി വരും. സെറ്റാണല്ലോ? പാഠഭാഗം നന്നായിട്ടൊന്ന് വായിക്കുക, സമ്മറി നോക്കുക, ചോദ്യോത്തരം സെറ്റാക്കാം. താങ്ക് യു.